ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സുബി ആർട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കാരണം തന്നെ ഓയിൽ പെസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു പൂവാണ്. തുളിപ്സ് എന്ന് പറഞ്ഞൊരു പൂവാണ്. വിദേശത്തൊക്കെ ഉണ്ടാകുന്ന നല്ല ഭംഗിയുള്ള, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് വരയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ പെസ്റ്റിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വയലറ്റാണ്. അപ്പോൾ വയലറ്റായിട്ട് ഞാൻ ഇതളിൻ്റെ ആ ഭാഗമാണ് നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്, രണ്ട് ഭാഗവും. അപ്പോൾ വരച്ചതിന് ശേഷം പിന്നെ ഞാൻ പിങ്ക് റോസ് ഉണ്ടായിരുന്നു, അതായത് റോസിന് പിങ്ക് കളറ്, അത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ്, അതായത് റോസും പിങ്കായിട്ടുള്ളത് അത് കൊടുത്തു. അതിന് ശേഷം പിന്നെ ലൈറ്റ് പിങ്ക് കളറാണ്, അതായത് റോസിൻ്റെ ലൈറ്റ് പിങ്ക് കളറ്, അത് ഞാൻ അപ്പുറത്തൊക്കെ വരച്ചെടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓയിൽ പെസ്റ്റലായതുകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ബഡ്സാണ് എടുത്തത്. നമ്മൾ കൈ കൊണ്ട് കൊടുക്കണമെങ്കിൽ, പക്ഷേ ഈ ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ നല്ല ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ബഡ്സ് കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വയലറ്റ് പിന്നെ ഞാൻ അതിൻ്റെ ആ ഇതളിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാനൊന്ന് പിന്നെയും ഞാൻ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിൻ്റെ ശേഷം നല്ല പോലെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ പക്ഷെ ഒന്നായിട്ട് പരന്നു പോകും. നമ്മൾ ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ബഡ്സ് കൊണ്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഞാൻ വൈറ്റാണ് നടുവിൽ കൊടുക്കുന്നത്, എന്നിട്ടും ഞാൻ ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഞാൻ ഒലിവ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇതളിൻ്റെ ആ തണ്ടിൻ്റെ ആ ഒരു ഭാഗം, പൂവിൻ്റെ ആ തണ്ടിൻ്റെ ഒരു ഭാഗം വരയ്ക്കാൻ വേണ്ടിയാണ് ഒലിവ്. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഭംഗി കിട്ടുള്ളൂ. അതും ഇതേപോലെ ഞാൻ ബ്ലെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻ്റ് ആണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അക്രിലിക് ഞാൻ ഒരുപാട് പിക്ചറുകളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാൻ എന്തായാലും വരച്ച ആ പെയിൻറ്റിങ്ങൊക്കെ ഞാനൊന്നൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറയാമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഓയിൽ പെസ്റ്റ് അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് ടഫാണ്. അപ്പോൾ കുറേ ദിവസമായി ഓയിൽ പെസ്റ്റ് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഒന്ന് വരച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. കുറച്ച് ദിവസമായി ഞാനിതുകൊണ്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഇതളാണ് വരയ്ക്കുന്നത്, അത് ഇല, അതിൻ്റെ ഇല വരച്ചു കൊടുത്തു. ഇല വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഒരു നല്ല രീതിയിൽ നീളത്തിൽ അങ്ങോട്ട് വരച്ചതിന് ശേഷം അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം ഞാൻ ഒലിവ് മറ്റേ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇലൻ്റെ പുറമേ ഭാഗം സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്. അതിൽ തന്നെ കാണുന്ന കുറച്ച് ഡാർക്ക് കളറാണ്, അപ്പോൾ ഡാർക്കും അല്ല, ഒരുമാതിരി ഒരു കളറാണ്. അപ്പോൾ ആ രണ്ട് ഇതളും ഞാൻ അതേപോലെ വരച്ചു കൊടുത്തു. അതിൻ്റെ ഇപ്പുറത്ത് കൂടെ പിന്നെ ഞാൻ മറ്റേ ഒലിവ് ഗ്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാലേ നമുക്ക് മടങ്ങി നിൽക്കുന്നത് പോലെയുള്ള ഇതൾ മനസ്സിലാവുള്ളൂ, നല്ല ഭംഗി ആ ഒരു പെർഫെക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ കുറച്ച് ടഫാണ്. മെല്ലെ ഓയിൽ പെസ്റ്റ് പഠിക്കാനുള്ളവർക്ക് പഠിക്കുക. ഇത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. എളുപ്പമാണ്. നമുക്ക് അതിൻ്റെ ഒരു ആഗ്രഹം കൂടുമ്പോൾ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എളുപ്പമായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ലാസ്റ്റ് ഇത് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഇതളിൻ്റെ ഭാഗം ഒന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കിട്ടണമെങ്കിൽ ഞാനൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വയലറ്റ് കൊണ്ട് എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.